ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വെൻ ദ സ്റ്റാർ ഗോസിപ്പിൻ്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതൊക്കെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് എന്നോണം അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഗോങ്യോങ് ആണെങ്കിൽ കങ്സുവിനോട് ഏതെങ്കിലും ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടോ ഈ മുറിവിൽ ഒളിപ്പിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നതും ഇവൻ അത് അന്വേഷിക്കുന്ന ടൈമിലാണല്ലോ പാർട്ടിക്കിൾസ് വന്ന് ഇവരുടെ സ്പേസ് സ്റ്റേഷനിൽ പതിക്കുന്നതും ഇവൻ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും പിന്നീട് സ്പേസ് വാക്ക് നടത്തുന്ന ഈവിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്പേസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള റൊമാൻറ്റിക് സീനും ഇൻറ്റിമസി സീനും ചീഫാണെങ്കിൽ എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തുന്നുള്ള ഒരു ആകെ ടെൻഷനിലൊക്കെ ആയിരിക്കും. എല്ലാവരും ചീഫിനെയും ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് മൊത്തം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സ്പേസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ മൊത്തം മഞ്ഞിൻ്റെ ഒരു പാളിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഗോങ്യോങ്ങിൻ്റെ 9ാമത്തെ ദിവസമാണെന്ന് പറയുന്നതും ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല കേട്ടോ. ചെയർമാൻ ആണെങ്കിലോ ആകെ വിഷമത്തിൽ മുകളിലേക്ക് നോക്കി. എന്നാലും അവൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഈ പവർ കുറച്ചല്ലേ കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പവർ മൊത്തം ഓഫാക്കിയെന്നാണ് കേട്ടത്. ഈ ഓക്സിജൻ ജനറേറ്റ് ചെയ്യാനുള്ള പവർ മാത്രമേ ഓണാക്കിയിട്ടുണ്ടാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മുറൂല അത് മരിക്കത്തില്ലേ? അവനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ അവന് മാത്രമല്ല എൻ്റെ പേരക്കുട്ടികളാണ് അവിടെ കിടന്ന് മരിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നുണ്ട്. ഗോവനോട് സെക്രട്ടറി കൂടെ തന്നെയുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന മെയിൻ ഡോക്ടർ അങ്ങോട്ട് വരുന്നതും നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെന്ന് പറയുന്ന ടൈമിൽ ചെയർമാൻ ഈ ഡോക്ടറുടെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. ഗോങ്യോങ്ങിൻ്റെ ഫ്രണ്ട് ആണെങ്കിലും മായനെ കാണണമെന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ടൈമിലാണ് ചെയർമാൻ ഇങ്ങനെ ഓടി വരുന്നത് കാണുന്നതും ഗോങ്യോങ്ങിൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ ചെയർമാൻ നോക്കുമ്പോൾ കാണുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുറൂലൊക്കെ ആയി മാറിക്കഴിയുമ്പോൾ ഇവന് ഒരു കണ്ടെയ്നർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇത് സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ ഒരു കണ്ടെയ്നറിൽ ഇവരുടെ തന്നെ പ്രൈവറ്റ് സാറ്റലൈറ്റിൻ്റെ സിഗ്നൽസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സിഗ്നൽസ് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല ഈ മുറൂലയുടെ പിക്ക് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ചെയർമാൻ ആണെങ്കിൽ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഗോങ്യോങ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അന്ന് മുറൂല അതാണിതെന്നൊക്കെ പറയുന്നതും ഗോവനയുടെ സെക്രട്ടറി ആണെങ്കിൽ അതായത് ആളിത് കണ്ടെയ്നറിൽ നല്ല സേഫായിട്ട് സൂക്ഷിച്ചത് കൊണ്ടാണ് ഇതുപോലെ സിഗ്നൽസ് കിട്ടുന്നതും. അതുപോലെ ഈ ഒരു കണ്ടെയ്നറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ഫോട്ടോ ഇപ്പോൾ ഇവർ കാണുന്നത്. സെക്രട്ടറി ആണെങ്കിലോ ആളെ സമ്മതിക്കണം, സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ഇപ്പോഴും അത് ആ കണ്ടെയ്നറിൽ സുരക്ഷിതമായിട്ടുണ്ട്. ഇനി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അതുമാത്രമല്ല അവിടുത്തെ ഒരു റേസും ഇതിൽ പതിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ മായാണെങ്കിൽ ഗോങ്യോങ്ങിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ, എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയർമാൻ ആണെങ്കിലും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവനെ ഇവിടേക്ക് തിരിച്ചെത്തിക്കും എന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ ഗോങ്യോങ്ങിൻ്റെ ഫ്രണ്ട് കേൾക്കുന്നതും ആൾക്കൊരു സമാധാനമാകുന്നുണ്ട്. ആരെങ്കിലും തിരിച്ചെത്തിക്കോട്ടെ, ഫ്രണ്ടിൻ്റെ ജീവനാണല്ലോ രക്ഷിക്കാൻ പോകുന്നത്. തിരിച്ചു പോകുന്ന ഫ്രണ്ടാണെങ്കിൽ ആലോചിക്കുന്നത് ഗോങ്യോങ് ഈ മിഷന് പോകുന്നതിന് മുന്നേ ഈ ആൻറ്റിമാരുടെ സ്ഥലത്ത് വെച്ച് കൂടിയിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ നാളെ വലിയ പണക്കാരനായിട്ടൊക്കെ മാറുമ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറച്ചിലായി തോന്നും, ഇതുപോലെയൊക്കെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ അതെ അവളെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചെൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ആദ്യം പോകുന്നില്ല, ഞാൻ ഇതുപോലെ തന്നെ ഡോക്ടറായി കണ്ടിന്യൂ ചെയ്യും, നിങ്ങളുടെ കൂടെ ഇവിടെ വന്ന് ഡ്രിങ്ക്സ് അടിക്കും, നിങ്ങളെയൊക്കെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ, പിന്നെ കല്യാണത്തിന് നീ വരണം എന്ന് പറയുമ്പോൾ ഫ്രണ്ടാണെങ്കിൽ അത് വലിയ കല്യാണമൊക്കെ ആയിരിക്കില്ലേ, എനിക്കൊക്കെ വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നതും പിന്നെ വേഗം മിഷൻ കംപ്ലീറ്റ് ചെയ്ത് സേഫായിട്ട് തിരിച്ചെത്തിക്കൊള്ളണം എന്ന് പറയുന്ന ഫ്രണ്ടാണെങ്കിൽ ഇനി എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ സാധനങ്ങളൊക്കെ ഞാനങ്ങ് എടുക്കുമെന്ന് പറയുമ്പോൾ എടുത്തോ എന്ന് ഗോങ്യോങ് തമാശയായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ സീനൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന ഗോങ്യോങ്ങിൻ്റെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ഗോയിനെയും പാർക്കും ഈ സ്പേസ് ഏജൻസിയിലേക്ക് ഒരുമിച്ച് വരുന്നതും കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു സീൻ കാണിച്ചിരുന്നു. പക്ഷേ എന്തിനാ ഇവർ വരുന്നതെന്ന് അവിടെ ക്ലിയർ ആയിരുന്നില്ല. ഇവർ രണ്ടുപേരും എന്തോ എടുത്തു വെച്ച പോലെയാണ് കേട്ടോ ഓടിയിട്ട് ഉള്ളിലേക്ക് കയറാൻ നോക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ കാർഡോ ആക്സസ് ചെയ്ത് ഉള്ളിലേക്ക് കിടക്കുന്നതും ഇവൾക്കതിന് കഴിയത്തില്ലല്ലോ. അതെ അതോറിറ്റി മെമ്പേഴ്സിന് മാത്രമേ ഇങ്ങോട്ട് കിടക്കാൻ പറ്റൂ എന്ന് പറയുന്ന പാർക്കിനോട് ഇവൾ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ റൂൾസൊക്കെ നോക്കുന്ന ആളാണല്ലോ, എന്നിട്ടായിരിക്കും ഒരു ടൂറിസ്റ്റിനെ അവിടെ ഉപേക്ഷിച്ച് ആസ്ട്രോണൻസ് ഒക്കെ തിരിച്ചു വന്നതല്ലേ എന്ന് ചോദിക്കുന്ന ഗോവിനോട് അതെ ആസ്ട്രോണൻ്റായിട്ട് ഞങ്ങളുടെ ഒരു കമാൻഡർ കൂടി അവിടെ ഉണ്ടെന്ന് പറയുന്ന പാർക്കിനോട് അതെ നിങ്ങൾക്കൊക്കെ അവനൊരു വെറും ടൂറിസ്റ്റ് ആയിരിക്കാം, പക്ഷേ അവൻ എൻ്റെ ഫിയാൻസിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും അതെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന കമാൻഡർ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് പാർക്കും പറയുന്നുണ്ട് കേട്ടോ. ഗോവിനെയാണെങ്കിൽ അല്ല നിങ്ങളുടെ മെയിൻ ആളെവിടെ, അവരെ കണ്ടിട്ട് എനിക്ക് 2 വർത്താനം പറയാനുണ്ടെന്നാണ് ഗോവിൻ അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ ചെയർമാൻ ആണെങ്കിൽ ജെയിംസ് എന്ന് പറയുന്ന ഒരാളെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആളോട് പറയുന്നത് IOയിൽ വല്ല കണക്ഷനുണ്ട്, ഒരു സ്പേസ് ക്രാഫ്റ്റ് ഇന്ന് തന്നെ അങ്ങോട്ട് അയക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ആൾ കൊറിയയിലാണ് സംസാരിക്കുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി സ്റ്റാഫ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിലും അതെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല, ഈ മിഷനിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ വംശം തന്നെ നശിക്കുമെന്ന് പറയുന്ന ചെയർമാൻ ആണെങ്കിൽ എൻ്റെ മരുമകൻ അതുപോലെ എൻ്റെ പേരക്കുട്ടി എന്ന് പറയാൻ വരും
വരുമ്പോഴേക്കും അതവിടെ പറയാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ജെയിംസ് എന്ന് പറയുന്ന ആളാണെങ്കിൽ ഒന്നും നടക്കത്തില്ല, ആസ്ട്രോണൻസിൻ്റെ ലൈഫ് വെച്ചിട്ടുള്ള കാര്യമാണ്, എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ചെയർമാൻ ആണെങ്കിൽ നന്നായി ചൂടാകുന്നുണ്ട്. പിന്നെ താൻ എന്തിനാടോ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, എന്ത് സീക്രട്ടും പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചത്. ഡയലോഗ് പറയാൻ ആർക്കും കഴിയുമെന്ന് പറഞ്ഞ് ഈ ചെയർമാൻ ആണെങ്കിൽ ഒരുപാട് ചീത്ത വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ഈ ട്രാൻസ്ലേറ്റ് ലേഡിയാണെങ്കിൽ ഞാനിതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിയുന്ന ചെയർമാൻ ആണെങ്കിലും ദേ ഇതുപോലെ പറഞ്ഞു കൊടുക്കണം, ഞാൻ ഇവിടെ പറഞ്ഞ ആ ഒരു ഇമോഷൻ അവിടെ അവന് കിട്ടണമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുന്നതും ഈ ജെയിംസ് തന്നെ ഫോൺ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ഫ്ലോറിഡയിൽ നിന്ന് തിരിച്ചു പോകുന്ന കങ്സുവിനെയും മറ്റുമാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഹെയർ ഹോസ്റ്റസും പൈലറ്റൊക്കെ ഇവർ പിടിച്ചു കൊണ്ടുവരുന്നതും ഈ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഈ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവർ കൈവിടുന്ന ടൈമിൽ 4 പേരും വീഴാൻ പോകുന്നുണ്ട്. അതായത് ഇതുവരെ ഭൂമിയിലെ ഗ്രാവിറ്റി ആയിട്ട് ഇവരങ്ങ് സെറ്റ് ആയിട്ടില്ല കേട്ടോ. പിന്നീട് സാൻഡി ആണെങ്കിൽ കുറച്ച് വെള്ളം തരുമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കുടിക്കുന്നതും ഇതാണ് ശരിക്കുള്ള വെള്ളം, ഭൂമിയിലെ വെള്ളം, ഓ എത്ര കാലമായി കുടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് ഹാപ്പി ആയിരിക്കും. ഇതേ ടൈമിൽ മിനാലി ആണെങ്കിലും ഈ ഗ്രാവിറ്റി ആയിട്ട് നമ്മൾ എന്നാ സെറ്റ് ആകുക എന്നൊക്കെ പറഞ്ഞ് ബെൽറ്റ് ഇടുന്ന ടൈമിൽ സെഞ്ചു ഇവളെ സഹായിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പരസ്പരം ടച്ച് ചെയ്യുന്ന ടൈമിൽ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇവൾ പറയുന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിലൊരു കെമിസ്ട്രി രൂപപ്പെടുന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും കങ്സു ആണെങ്കിലും നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി, ആ ടൂറിസ്റ്റ് അവിടെ പെടാൻ കാരണം നിങ്ങളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ഇവരോട് ഒന്നും ചെയ്തില്ല, അവൻ ആ ഒരു ടെസ്റ്റ് ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ കഴിയത്തില്ല, അത് ആർക്കും അറിയാം, അപ്പോൾ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾ എന്തുമാതിരി സ്ട്രിക്റ്റ് ആയിരുന്നു, ഒന്നും സമ്മതിക്കാത്ത ആൾക്കാർ എന്തുകൊണ്ട് അവനെ ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എന്നോടൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കുക, ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുക, അങ്ങനെയൊന്നും വന്നിട്ടേ ഇല്ലെന്ന് പറയുന്ന കങ്സു ആണെങ്കിൽ അവൻ അതൊക്കെ ചെയ്തത് കൊണ്ടല്ലേ അതിനെ സേഫായിട്ട് എത്തിക്കാൻ വേണ്ടി നോക്കി, പിന്നീട് അത് എടുക്കാൻ പോകുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ച് എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ, ഞാൻ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സെങ്ചുനും മിനാലിയും ഷോക്കാകുന്നുണ്ട് കേട്ടോ. മിനാലി ആണെങ്കിൽ അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ എന്ത് കാര്യങ്ങൾ, ഞങ്ങളുടെ ആസ്ട്രോണന്റ് പദവിയൊക്കെ എടുത്തങ്ങ് മാറ്റും എന്നൊക്കെ ടെൻഷൻ അടിച്ച് ചോദിക്കുന്നതും കങ്സു തിരിച്ചൊന്നും പറയുന്നില്ല. ഇതേ ടൈമിൽ ഇവർ സംസാരിക്കുന്നത് കൊറിയയിലായതുകൊണ്ട് തന്നെ ഇത്രയും വലിയ കാര്യമാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാൻഡി ആണെങ്കിൽ എന്താ നിങ്ങൾ സംസാരിക്കുന്നതെന്നാണ് അവിടെ ചോദിക്കുന്നത്. സ്പേസ് ഏജൻസിയിലാണെങ്കിലോ ഒരാൾ വന്ന് നോക്കുമ്പോൾ ഇവരുടെ ഡമ്മി പീസ് ഉണ്ടായിരിക്കുമല്ലോ, അത് കാണാനില്ല. ഇതേ ടൈമിൽ കൺട്രോൾ റൂമിലുള്ളവരും ചീഫൊക്കെ ഒരു മീറ്റിങ്ങിലായിരിക്കും. അതായത് ഈ സ്പേസ് സ്റ്റേഷനിലെ മെയിൻ മൊഡ്യൂളിലെ ഒരു കൺട്രോൾ ബോർഡ് ഓണായി കിടക്കുന്നത് കൊണ്ട് തന്നെ പവർ എത്രയുണ്ടെന്ന് ഇവർക്ക് കാണാൻ കഴിയും, വളരെ കുറവാണ്, ഇന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്ന ടൈമിൽ ഡൊണാലി ആണെങ്കിൽ IOയിലുള്ളവർ എന്താ പറഞ്ഞതെന്ന് ചീഫിനോട് ചോദിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം അതിനുള്ളിൽ ഒരു സ്പേസ് ഷിപ്പ് അങ്ങോട്ട് അയക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കണ്ണടക്കാരനാണെങ്കിൽ അതൊന്നും കഴിയത്തില്ലേ, ഇന്ന് അർദ്ധരാത്രി അതുവരെ അവർക്ക് ജീവിക്കാൻ കഴിയൂ, അത് കഴിഞ്ഞ് അവർക്ക് 2 പേർക്കും ജീവൻ പോലും ഉണ്ടാകില്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറയുന്ന ടൈമിലാണ് ഈ ചീഫിന് കോള് വരുന്നത് കേട്ടോ. അതായത് ഈ ഡമ്മി പീസിനെ കാണാനില്ല എന്ന് പറഞ്ഞ് അതെടുത്തു കൊണ്ടുവരുന്നത് മറ്റാരും ആയിരിക്കില്ല, പാർക്കായിരിക്കും. അതായത് പ്രഷർ ടെസ്റ്റ്, വോളിയം ടെസ്റ്റ്, ഇന്നർ ടെസ്റ്റ്, ആ ടെസ്റ്റുകൾ മൊത്തം ഞാൻ നടത്തി, അതും എൻജിൻ ടീമിൻ്റെ കൂടെ ഞാൻ നേരിട്ടുണ്ടായിരുന്നു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഞാൻ വിശ്വസിച്ചതാണ്, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ ഞാൻ അവരെ രക്ഷിക്കാൻ പോകുമെന്ന് പറയുന്ന ടൈമിൽ ചീഫാണെങ്കിൽ താൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പെക്സുകാരനാണെങ്കിലും ആൾ പോകാമെന്ന് പറഞ്ഞില്ല, അപ്പോൾ പോകട്ടെ, അതല്ലേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, അതിൻ്റെ വിൻഡോ പോലും ശരിയായിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ഡൊണാലി ആണെങ്കിൽ മാഡം ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ്സ് പറയാതെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നല്ലേ ചിന്തിക്കേണ്ടത്, എല്ലാവരും ഒന്ന് ഒത്തുപിടിക്കുകയാണെങ്കിൽ ടൈം കുറച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്കിത് അങ്ങോട്ട് അയക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നതും പാർക്കാണെങ്കിലും നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഇതിന് ഓടിക്കാൻ കഴിയത്തില്ല, ഡമ്മി പീസാണ്, പക്ഷേ എനിക്ക് കഴിയുമല്ലോ, എനിക്കതിന് നല്ല വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ ചീഫ് അങ്ങ് കുഴഞ്ഞു പോകുന്നുണ്ട്. ഇതേ ടൈമിൽ സ്പേസ് സ്റ്റേഷൻ കാണിക്കുമ്പോൾ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ നിറച്ചുണ്ടായിരിക്കും കേട്ടോ. 13% ഓക്സിജനേ ഉള്ളൂ, 10 മണിക്കൂർ മാക്സിമം പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഗോയിനെ വിളിക്കുന്ന സെക്രട്ടറി ആണെങ്കിൽ ആൾ അടിപൊളിയാണ്, കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇൻഫർമേഷനൊക്കെ കൊടുക്കുന്ന ടൈമിൽ അവനെ പറ്റി വല്ല ഇൻഫർമേഷൻ കിട്ടിയോ എന്നാണ് ഇവൾ തിരിച്ചു ചോദിക്കുന്നത്. അത് പിന്നെ ആളെ പറ്റിയൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്ന് ഇവൻ പറയുന്നതും ഇവൾക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവൻ എന്ത് പണിയാണ് കാണിച്ചത്, ശരിക്കും ഒരു ഇഡിയറ്റാണ്, ഇങ്ങനൊരു സന്ദർഭത്തിൽ ആദ്യം എസ്കേപ്പ് ആയിട്ട് വരാനല്ലേ നോക്ക്, അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമെന്നൊക്കെ പറഞ്ഞ് ഗോവിനെ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇവൾ നേരെ പോകുന്നത് ചീഫിൻ്റെ അടുത്തേക്കായിരിക്കും. ഇതുപോലത്തെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ആസ്ട്രോണൻസ് ആദ്യം രക്ഷിക്കേണ്ടത് ടൂറിസ്റ്റിനെ ആയിരിക്കണം, അതിനുശേഷം മാത്രമേ അവരവരുടെ സേഫ്റ്റി നോക്കാൻ പാടുള്ളൂ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ലേ, എന്നിട്ടും എന്തുകൊണ്ട് ടൂറിസ്റ്റിനെ അവിടെ ഉപേക്ഷിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ചീഫിനാണെങ്കിൽ ഒന്നും തിരിച്ചു പറയാനുണ്ടായിരിക്കില്ല, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്നാ റെസ്ക്യൂ ഷിപ്പ് അയക്കുന്നത്, എപ്പോഴും അവരെ രക്ഷിക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ ചീഫാണെങ്കിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം ശ്രമിക്കുന്നുണ്ടെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഗോയിനെയാണെങ്കിൽ അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചു എന്ന് ചോദിക്കും.
ചോദിക്കുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് സേഫായിട്ട് അവരെ എത്തിക്കാൻ നോക്കൂ എന്ന് പറയുന്ന ഈ ചീഫിനോട് ഗോയിന പറയുന്നുണ്ട് റെസ്ക്യൂ ഷിപ്പ് ഇവിടെ നിന്നും പോകുന്നതും അവരെ എസ്കേപ്പ് ആക്കുന്നതും ഇതെല്ലാം തന്നെ എനിക്ക് നേരിട്ട് കാണണം, ഇവിടെ വന്നിട്ട് എനിക്ക് മാത്രമല്ല ഗോങ്യോങ്ങിൻ്റെ അമ്മമാർക്ക് കൂടി കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ഇവർ മീറ്റിംഗ് വെക്കുന്ന ടൈമിൽ ഈ മാറു എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ആദ്യമായിട്ടാണല്ലോ ഇവർ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫസ്റ്റ് എപ്പിസോഡുകളിൽ കാണിച്ചിരുന്നുല്ലേ ഇവർ പോകുന്ന ഒരു വാഹനം സ്പേസ് സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് 7 days എങ്കിലും എടുക്കുമെന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് കാര്യം നടക്കും എന്നാണ് ചീഫ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ഓരോരുത്തരുടേതായിട്ടുള്ള സജഷൻസ് പറയുന്ന ടൈമിൽ ആ സ്പെക്സുകാരനാണെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ കാര്യം നടക്കുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാധാരണ ലോവർ ആൽറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഈ സംഭവം വിടുന്നത്, അതിനു പകരം ഈ ഒരു സ്പേസ് സ്റ്റേഷൻ സൗത്ത് കൊറിയയുടെ മുകളിൽ കൂടെ പോകില്ല, ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടുന്ന് ലോഞ്ച് ചെയ്യണം, രണ്ടും ഡയറക്റ്റ് പൊസിഷനിൽ വരുന്ന ടൈമിൽ നമുക്ക് ഡോക്കിംഗ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയുമ്പോൾ ചീഫാണെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മറ്റു ചിലരാണെങ്കിലും അതൊന്നും നടക്കത്തില്ല, ഇത് എത്രത്തോളം സേഫ് ആണെന്ന് നമുക്കറിയില്ല, രണ്ടും കൂടി കൊളീഷൻ സംഭവിച്ചാലോ എല്ലാ ജീവൻ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ടൈമിൽ പാർക്കാണെങ്കിൽ ഇതല്ലാതെ ഇത്രയും ഫാസ്റ്റായിട്ട് നടത്താൻ പറ്റുന്ന ഒരു മാർഗം നമ്മുടെ മുന്നിലില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ചീഫാണെങ്കിൽ അല്ല ഇങ്ങനെ ചെയ്തു എന്ന് തന്നെ വിചാരിക്കും, അപ്പോൾ ഡോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കണമല്ലോ, അതിന് മാനുവലി നമുക്ക് പറ്റത്തില്ല, ഓൾറെഡി അവിടെയുള്ള 2 പേർക്കാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് മുന്നത്തെ ഒരു എപ്പിസോഡിലൊക്കെ കാണിച്ചിരുന്നുവല്ലേ, അതായത് മാനുവലി ആ ഡോറൊക്കെ തുറക്കുന്നത്, അപ്പോൾ ഓൾറെഡി അവിടെയുള്ള 2 പേർക്ക് ഇപ്പോൾ ബോധം പോലും ഉണ്ടായിരിക്കുമെന്ന് അറിയില്ല, അപ്പോൾ ഇവനാണെങ്കിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് ചീഫ് അവിടെ പറയുന്നത്. ഡൊണാലി ആണെങ്കിൽ റോബോട്ട് ആംസ് ഉപയോഗിച്ചാലോ എന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ, ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടായിരിക്കും, അത് നമുക്ക് യൂസ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ സ്പെയിനിൽ ഇപ്പോൾ പുതുതായിട്ട് മെയ്ഡ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നും വാങ്ങേണ്ടി വരും എന്ന് പറയുമ്പോൾ സ്പെക്സുകാരിയാണെങ്കിൽ അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ്, ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും, ഈ ഒരു ചുരുങ്ങിയ ടൈമിൽ എങ്ങനെ ഫണ്ട് റിലീസ് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നതും, പാർക്കാണെങ്കിൽ റോബോട്ട് ആം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ സാൻഡിയെ വിളിക്കാം, അപ്പോൾ ആൾക്ക് അവിടെ കുറച്ച് കണക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നതും ഇവർ സാൻഡിയെ വിളിക്കുന്നുണ്ട്. സ്പെയിനിലുള്ള എയറോസ്പേസ് ഏജൻസിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കങ്സു ആണെങ്കിൽ എന്താ കാര്യമെന്ന് ചോദിക്കുന്നതും ഇവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഫ്ലോറിഡയിൽ നിന്ന് തിരിക്കുകയാണ്, ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് എത്തുന്നുണ്ട്, ഞങ്ങളും അവരെ രക്ഷിക്കാൻ പോകുന്നൊക്കെ പറയുന്ന ടൈമിൽ ചീഫാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ആ റോബോട്ട് ആംസ് ആവശ്യമാണ്, അതിനൊരുപാട് പൈസ വേണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും കങ്സുവിന്, അവന് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ആളുടെ ബാക്കിൽ ഒരു ഓറഞ്ച് ലൈറ്റൊക്കെ മിന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ, എത്ര പൈസ വേണമെങ്കിലും ഞാൻ കൊടുക്കാം, ഈ പൈസ ചിലവാക്കാൻ ഒരു മാർഗം തന്ന ചീഫിന് നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്ന് ചീഫ് അവിടെ പറയുന്നുണ്ട്. സാൻഡി ആണെങ്കിൽ കങ്സുവിനോട് എത്ര പൈസ വരികയെന്ന ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ എത്ര ആയിക്കോട്ടെ, ഡബിളോ ട്രിപ്പിളോ ഞാൻ കൊടുക്കാം, എന്തായാലും കാര്യം നടന്നാൽ മതിയെന്ന് കൂളായിട്ട് അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഇവൻ്റെ അമ്മമാരാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കടയൊന്നും തുറന്നിട്ടില്ലല്ലോ, ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതും ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല, കട തുറക്കണം, ഇരുന്ന് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ പിന്നീട് ഷോപ്പ് തുറക്കുന്നുണ്ട്. അങ്ങനെ ധൃതിയിൽ ഇങ്ങനെ കുക്കിംഗ് ചെയ്യുന്ന ടൈമിലാണ് പെട്ടെന്ന് അവിടെ ഒരു തീപിടുത്തുണ്ടാകുന്നത് കേട്ടോ. ഇവരത് അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആളി കത്തുന്നുണ്ട്. ഈ ടൈമിലാണ് അമ്മമാരോട് കാര്യം പറയാൻ വേണ്ടിയിട്ട് ഗോയിൻ അവിടേക്ക് എത്തുന്നതും അമ്മമാരെ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിൽ ഇവളുടെ കയ്യിൽ പൊള്ളലേൽക്കുന്നുണ്ട്. പിന്നീട് ഡോക്ടറെ കാണിക്കുന്ന ടൈമിൽ സെക്രട്ടറി ആണെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയത്, എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നതും അമ്മമാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ഗോയിന് സെക്രട്ടറിയോട് ചോദിക്കുന്നത്. അവർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നതും പിന്നീട് അമ്മമാരാണെങ്കിൽ ഇവളെ കാണുമ്പോൾ സോറിയൊക്കെ പറയുന്നുണ്ട്, എൻ്റെ മേത്ത് വീണാൽ മതിയായിരുന്നു, ഇതിപ്പോൾ മോനെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ദേഷ്യപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ കാര്യം ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഏജൻസിയിലേക്ക് പോകണം, റെസ്ക്യൂ ഷിപ്പ് ഇന്ന് തന്നെ അയക്കുമെന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അമ്മമാരാണെങ്കിലും ഞങ്ങൾ 3 പേരും വന്നാൽ ശരിയാവത്തില്ല, 3 അമ്മമാരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന് മോശമല്ലേ, അതുകൊണ്ട് ഞങ്ങളിൽ ഒരാൾ വരാമെന്ന് പറയുമ്പോൾ മൂത്ത ആൻറ്റി ആണെങ്കിൽ ഞാൻ വരാം, ഞാനല്ലേ മൂത്തതെന്ന് പറയുമ്പോൾ അടുത്ത ആളാണെങ്കിൽ അത് വേണ്ട, ഉള്ളതിൽ ഇത്തിരി സുന്ദരി ഞാനാണ്, അവൻ്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ, അപ്പം ഞാൻ വരാമെന്ന് പറയുമ്പോൾ മറ്റൊരു ആൻറ്റി ആണെങ്കിൽ ബെസ്റ്റ്, എന്നിട്ട് അവിടെ പോയിട്ട് കരയാൻ വേണ്ടിയിട്ടായിരിക്കും, അതൊന്നും വേണ്ട, ഇത്തിരി ധൈര്യമുള്ളത് എനിക്ക്, അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്ന ടൈമിലാണ് റെസ്ക്യൂ ഷിപ്പ് ഉടനെ തന്നെ അയക്കാൻ സാധ്യതയുണ്ട്, എല്ലാം ഓക്കെ ആയി എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഇവർക്ക് നല്ല ഹാപ്പി ആകുന്നുണ്ട്. ഇതേ ടൈമിൽ ഈവാണെങ്കിൽ IOയിലുള്ള അതുപോലെ സ്റ്റേറ്റിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്നതും ഇവർ പറഞ്ഞതനുസരിച്ച് പ്ലാനൊക്കെ വർക്കൗട്ട് ആവണമെങ്കിൽ തായ്വാനിൽ നിന്ന് വേണം ലോഞ്ചിങ് ചെയ്യാൻ, അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സപ്പോർട്ട് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ഈ ഏജൻസിയിലേക്ക് വരുന്ന ടൈമിൽ ഓൾറെഡി അവിടെ പാർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഇവനാണെങ്കിൽ ഒന്ന് കൂളായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻസ് ഇല്ലാതെ നമ്മൾ പോകുന്നത്, ഈ നന്നായി വിശക്കുന്നുണ്ട് പക്ഷേ ഫുഡ് കഴിക്കാനോ ഇനിയിപ്പോൾ വെള്ളം കുടിക്കാനൊന്നും കഴിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കൂളായിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ടെങ്കിലും ചീഫ് അത്ര കൂളായിരിക്കില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതുപോലെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, സ്വന്തമായിട്ട് ഒരു കാര്യം ഏറ്റെടുക്കരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം നിങ്ങളുടെ ജീവൻ ആപത്തിലാകുമെന്ന് പറയുന്ന ചീഫാണെങ്കിൽ അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം, പ്രോമിസ് ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രോമിസ് എന്ന്
ഇവൻ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈവിന് സേഫായിട്ട് തിരിച്ചെത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ചീഫിനോട് എനിക്ക് ഈവിന് ഇഷ്ടമാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് ഇവൻ പറയുന്ന ടൈമിൽ ചീഫിന് നല്ല വിഷമം വരുന്നുണ്ടെന്ന് ഇവളുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. എന്നാൽ വളരെ കാമായിട്ട് ആദ്യം മിഷൻ നന്നായി കംപ്ലീറ്റ് ചെയ്ത് സേഫായിട്ട് തിരിച്ചെത്താൻ നോക്ക്, എന്നിട്ട് പ്രോപ്പറായിട്ട് സോറി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ചീഫാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും രണ്ടുപേരെയും സേഫായിട്ട് തിരിച്ചെത്തിക്കണം, അതുപോലെ താനും സേഫായിട്ട് തന്നെ തിരിച്ചെത്തണം എന്ന് പറയുന്ന ഇവളാണെങ്കിൽ ആ വാച്ച് ഇവന് ഊരി കൊടുക്കുന്നുണ്ട്. ഈ വാച്ചിനെ പറ്റിയിട്ട് മുന്നത്തെ എപ്പിസോഡിലൊക്കെ കാണിച്ചിരുന്നുവല്ലേ, പഠിക്കുന്ന ടൈമിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് എന്ന് പറഞ്ഞ് ഇവൾക്ക് കൊടുത്തതാണെന്നും അതുപോലെ ഇവനാണെങ്കിൽ ഈ വാച്ച് എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇടാൻ തരുമെന്നൊക്കെ ചോദിച്ചൊരു സീൻ കാണിച്ചിരുന്നു. ഇവളാണെങ്കിലോ ഇവൻ ഇത് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുവരെ ഗോങ്യോങ്ങിനും ഈവിനും എന്ത് സംഭവിച്ചു, അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നൊന്നും കാണിച്ചിട്ടേ ഇല്ല. എങ്ങനെ എസ്കേപ്പ് ആക്കും, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ.